സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് നമുക്ക് സന്തതിയെ ശേഷിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ നാം സോതോമിനെ പോലെ ആകുമായിരുന്നു. ഗൊമോറായ്ക്ക് സദൃശ്യം ആകുമായിരുന്നു. റോമാലേഖനം 9:29 അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. ഈ വാക്യം പഴയ നിയമം പ്രവാചകന്മാരിൽ നിന്നും എടുത്തിട്ട് എഴുതിയിട്ടുള്ള ഭാഗമാണ്. യെശയ്യാവിലും ഹോശിയായിലും അതുപോലെ മറ്റ് പല പ്രവാചകന്മാരും ഇങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് നമുക്ക് സന്തതിയെ ശേഷിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ നാം സോതോമിനെ പോലെ ആകുമായിരുന്നു, ഗോമോറയ്ക്ക് സദൃശ്യം ആകുമായിരുന്നു. എന്നാൽ കാരുണ്യവാനായ ദൈവം ഈ ലോകം എത്ര തനിക്ക് സഹിക്കാവതല്ല എന്ന് വന്നാലും അവന് സന്തതികളെ ശേഷിപ്പിച്ചുകൊണ്ടേയിരിക്കും. ആ സന്തതികളുടെ പേരെന്താണെന്ന് അറിയണ്ടേ? ദൈവമക്കൾ. ആ സന്തതികളുടെ പേര് ദൈവമക്കൾ. ആരാണ് ദൈവമക്കൾ? റോമാലേഖനം 8:14 ആത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം ദൈവമക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. നാം മക്കൾ എങ്കിലോ അവകാശികളും ആകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. അപ്പോൾ ദൈവാത്മാവ് നടത്തുന്നവരാകുന്നു ദൈവത്തിൻ്റെ മക്കൾ. ദൈവാത്മാവ് നടത്തണമെങ്കിൽ നമുക്ക് ദൈവാത്മാഭിഷേകം ഉണ്ടായിരിക്കണം. ആത്മാവിനാൽ നാം അഭിഷേകം പ്രാപിച്ചവരായിരിക്കണം എന്ന് താല്പര്യം. അതുകൊണ്ടാണ് കർത്താവ് ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുന്നതിന് മുമ്പേ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് ഇങ്ങനെ കൽപ്പിച്ചത്: ഇറ്റ് ഈസ് ഗുഡ് ദാറ്റ് ഐ ഗോ. ഇഫ് ഐ ഗോ, I shall send you the Comforter, and he will lead you in all truth. For those who are led by the Holy Spirit are the children of God. അങ്ങനെ പരിശുദ്ധാത്മാഭിഷേകം വീണ്ടും ജനനത്തിലൂടെ പ്രാപിച്ചവരാകുന്നു ദൈവത്തിൻ്റെ മക്കൾ. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം ദൈവമക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. നാം ദൈവമക്കൾ എങ്കിലോ അവകാശികളും ആകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും. റോമാലേഖനം 8-14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ നമ്മോട് സംസാരിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ പുത്രത്വത്തിൻ്റെ ആത്മാവായിട്ടാണ് നടത്തുന്നത്. എന്ന് വെച്ചാൽ നമ്മിൽ വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മ ശക്തി ദൈവശക്തിയാകുന്നു ഈ മൺപാത്രങ്ങളിൽ പകർന്നിരിക്കുന്നത് എന്ന് ഞാൻ ഓർപ്പിക്കുക. 2 കൊരിന്ത്യർ 4:7 പറയുന്നുണ്ടല്ലോ, ഈ അത്യന്ത ശക്തി മൺപാത്രങ്ങളിൽ പകർന്നിരിക്കുന്നു. അങ്ങനെ അത്യന്ത ശക്തി മൺപാത്രങ്ങളിൽ പകർന്നു കഴിയുമ്പം അന്ന് മുതൽ എപ്പോഴും ദൈവമക്കളെ നടത്തുന്നത് ദൈവത്തിൻ്റെ ആത്മാവാകുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ മക്കളാകുന്നു നമ്മൾ എന്ന് എപ്പോഴും നമ്മിലുള്ള മനുഷ്യാത്മാവിനോട് സാക്ഷ്യം പറയുന്ന ദൈവാത്മാവ് ഉണ്ട്. നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം ദൈവമക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. നമ്മിലുള്ള മനുഷ്യാത്മാവിനോട് ദൈവത്തിൻ്റെ ആത്മാവ് സാക്ഷ്യം പറയും. എങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിട്ടുണ്ട് എങ്കിൽ. വീണ്ടും യെശയ്യാവ് 54:13 ഇങ്ങനെ പറയുന്നു:
നിന്റെ മക്കൾ എല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും നിന്റെ മക്കളുടെ സമാധാനം വലിയതും ആയിരിക്കും. എവിടെ സമാധാനമില്ല, എവിടെ പള്ളിക്കേസും വഴക്കും, കുടുംബക്കേസും വഴക്കും, ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ കോടതിയിൽ പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകുമ്പം അവിടെ ദൈവാത്മാവിൻ്റെ വ്യാപാര ശക്തിയേ ഇല്ല. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നിന്റെ മക്കൾ എല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും നിന്റെ മക്കളുടെ സമാധാനം വലിയതും ആയിരിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മിൽ ഉണ്ടോ എന്നറിയാൻ നാം സമാധാനത്തിലാണോ ജീവിക്കുന്നതെന്ന് നോക്കിയാൽ മതി. ഭാര്യയും ഭർത്താവും തമ്മിൽ കലഹിക്കുന്നെങ്കിൽ അവിടെ ദൈവാത്മാഭിഷേകമില്ല, അവർ ദൈവത്തിൻ്റെ മക്കളും അല്ല. കുടുംബത്തിൽ കലഹമുണ്ടെങ്കിൽ അത് ദൈവഭവനമല്ല. ആ ഭവനം ഈ തീരുമാനമെടുത്തിട്ടുള്ള ഭവനമല്ല. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ കർത്താവിനെ സേവിക്കും എന്നുള്ള തീരുമാനം എടുത്തിട്ടുള്ള ഭവനമല്ലാത്തത് കൊണ്ടാണ് അവിടെ ഛിദ്രിപ്പ്. അങ്ങനെ ഛിദ്രിപ്പുണ്ടെങ്കിൽ അവിടെ നമുക്ക് ദൈവമക്കളാകുന്നു താമസിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ തന്നെയാണ് ദേവാലയങ്ങളായാലും കൂട്ടായ്മകളായാലും തമ്മിൽ ഛിദ്രിക്കുകയും വഴക്കുണ്ടാക്കുകയും ഒരാളെ കുറ്റം പറഞ്ഞ് മോശക്കാരാക്കുകയും അതുപോലെ തന്നെ ദൈവ സാന്നിധ്യം ഇല്ലാത്ത അനുഭവങ്ങളിൽ ജീവിക്കുകയും ചെയ്യുമ്പം ആ ജീവിക്കുന്നവരാരും ദൈവത്തിൻ്റെ മക്കൾ അല്ല എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. യോഹന്നാൻ്റെ സുവിശേഷം 1:12 ഇങ്ങനെ പറയുന്നു: അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അധികാരം എന്നുള്ള വാക്ക് പ്രത്യേകം അണ്ടർലൈൻ ചെയ്യേണ്ടതാണ്. യോഹന്നാൻ 1:12 അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അധികാരം എന്ന് വെച്ചാൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ എല്ലാ ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരമാണ് തന്നിരിക്കുന്നത്. അന്ധകാര ശക്തികളുടെ മേൽ ജയമെടുക്കാനുള്ള അധികാരമാണ് തന്നിരിക്കുന്നത്. ദുഷ്ടശക്തികളെ പായിച്ചു കളയുവാൻ ഉള്ള അധികാരമാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് അവനെ കൈക്കൊണ്ട് വെറുതെ വിശ്വസിച്ചാൽ പോരാ. യോഹന്നാൻ്റെ സുവിശേഷം 3:16 പറയുന്നുണ്ടല്ലോ: God so loved the world that he gave his only begotten Son, whosoever believeth in him shall not perish but have everlasting life. വെരി ഗുഡ്. അവിടെ വിശ്വസിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് കൈക്കൊണ്ട് അവനിൽ വിശ്വസിക്കണം എന്ന, അല്ലെങ്കിൽ അവനെ വിശ്വസിക്കുകയും അവനെ കൈക്കൊള്ളുകയും ചെയ്യണം. വാതിക്കൽ നിന്ന് മുട്ടുന്നുണ്ടല്ലോ: ഞാൻ അകത്ത് വന്ന് നിന്നോടുകൂടി ആഹാരം കഴിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ നിന്ന് വാതിക്കൽ നിന്ന് മുട്ടുന്നത്. എനിക്ക് വേണ്ടി വാതിൽ തുറക്കുമോ? തുറന്നാൽ ഞാൻ അകത്ത് വരും. 147 സങ്കീർത്തനം 13 വാക്യവും ഇതോടുകൂടി ചിന്തിക്കാൻ കൊള്ളാം. അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്: ഞാൻ അകത്ത് വന്ന് ഓടാമ്പലുകളെ ഉറപ്പിച്ച് അകത്ത് നിൻ്റെ മക്കളെ അനുഗ്രഹിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്നിച്ച് കൊണ്ടുവന്ന് നോക്കുവാണെങ്കിൽ, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, നീ നിൻ്റെ വാതിൽ എനിക്ക് വേണ്ടി, നിൻ്റെ ഭവനത്തിൻ്റെ വാതിൽ എനിക്ക് വേണ്ടി തുറന്നു തന്നാൽ ഞാൻ അകത്ത് വന്ന് നിൻ്റെ ഭവനത്തിൻ്റെ ഓടാമ്പലുകളെ ഉറപ്പിച്ച് അകത്ത് നിൻ്റെ മക്കളെ അനുഗ്രഹിച്ചതിന് ശേഷം ഞാൻ നിന്നോട് കൂടെ ആഹാരം കഴിക്കും, ഞാൻ നിന്നോട് കൂടെ സ്നേഹഭോജനം കഴിക്കും. ദ ലവ് ഫീസ്റ്റ് ഐ വിൽ ലവ് വിത്ത് യു എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ അവിടെയാകുന്നു ഫോർ മീ ആൻഡ് മൈ ഹൗസ് ഹോൾഡ് വി ഷാൽ സെർവ് ദി ലോഡ്. ഹൗസ് ഹോൾഡ് എന്നാണ് പറഞ്ഞത്. മലയാളത്തിൽ വരുമ്പം കുടുംബമെന്ന് പറയും. പക്ഷേ എൻ്റെ വീട്ടിലുള്ള എല്ലാവരും കർത്താവിൻ്റെ ഹല്ലേലൂയ മക്കളായി ജീവിക്കുമെന്നാണ് പറഞ്ഞത്. എനിക്കറിയാം, എൻ്റെ ഒരു നല്ലൊരു ആത്മീയ സഹോദരൻ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്നവരെ പോലും ഈ ക്രിസ്തുവെങ്കിലേക്ക് അദ്ദേഹത്തിൻ്റെ സ്നേഹനിമിത്തം ആകർഷിക്കാൻ പറ്റി അവരൊന്നിച്ചിരുന്ന് കൂട്ടായ്മ ആചരിക്കുമായിരുന്നു. കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ അങ്ങനെ അല്ലായിരുന്നു. പത്രോസ് അവിടെ കടന്നു വന്നപ്പം
കൊർന്നല്യോസ് തൻ്റെ ഭവനക്കാരെയും മറ്റ് പ്രിയപ്പെട്ടവരെയും ഒക്കെ ഒന്നിച്ച് കൂട്ടി കൂട്ടായ്മ ആചരിക്കാൻ ഒരുങ്ങിയിരിക്കുക. നിനക്ക് ഞങ്ങളോട് പറയാൻ ഉള്ളത് എന്താണെന്ന് കേൾക്കുവാൻ താല്പര്യത്തോടെ ഞങ്ങളിവിടെ ഇരിക്കുന്നു. അവിടെയാണ് പത്രോസ് ക്രൂശിൻ്റെ വചനം പ്രഘോഷിക്കുന്നതും കേൾക്കുന്നവർ എല്ലാവരും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്നതും അവരെ എല്ലാം സ്നാനപ്പെടുത്തി ദൈവത്തിൻ്റെ മക്കൾ ആക്കി തീർക്കുന്നതും. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. 147 സങ്കീർത്തനം 13 വാക്യം. ഞാൻ അകത്തു വന്ന് ഓടാമ്പലുകളെ ഉറപ്പിച്ച് അകത്തു മക്കളെ അനുഗ്രഹിക്കും. ഓടാമ്പലുകളെ ഉറപ്പിക്കുന്നത് ദുഷ്ടൻ കടന്നു വരാത്ത വിധത്തിൽ അതിനെ തൻ്റെ പുണ്യാഹ രക്തം കൊണ്ട് മുദ്രയിട്ട് ഉറപ്പിക്കുകയാണ്. കാരണം ആരെ വിഴുങ്ങേണ്ടുവെന്ന് നോക്കിക്കൊണ്ട് അലറുന്ന സിംഹം പോലെ വരുന്നവൻ അകത്ത് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി കർത്താവ് ആ ഭവനത്തെ തനിക്കായി ബന്ധിച്ച് വെച്ചിരിക്കുക. കർത്താവ് ബന്ധിച്ചാൽ പിന്നെ ആർക്കും തുറക്കാൻ പറ്റത്തില്ല. കർത്താവ് അടച്ചാൽ പിന്നെ ആർക്കും തുറക്കാൻ പറ്റത്തില്ല. കർത്താവ് തുറന്നാൽ പിന്നെ ആർക്കും അടയ്ക്കാനും പറ്റത്തില്ല. ഒരു സാത്താനും പിന്നെ ആ ഭവനത്തിൽ കടന്നു വരുവാൻ പറ്റത്തില്ല. 2 കൊരിന്ത്യർ 6:18 ഇങ്ങനെ പറയുന്നു, കർത്താവ് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ അവന് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും എന്ന് സർവശക്തനായ ദൈവം അരുളിച്ചെയ്യുന്നു. കർത്താവ് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ അവന് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും എന്ന് സർവശക്തനായ ദൈവം അരുളിച്ചെയ്യുന്നു. അപ്പം നമ്മുടെ ദൈവസന്നിധിയിലെ നില എന്താണ്? ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള രീതിയിലാണ് നാം നിൽക്കുന്നത്. അതുകൊണ്ടാണ് അബ്ബാ പിതാവേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കാൻ നമുക്ക് മാത്രമേ അവകാശവും അധികാരവും തന്നിട്ടുള്ളൂ. നമ്മൾ മാത്രമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കത്തുള്ളൂ. അതാ റോമാലേഖനം 8 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നത്. എബ്രായ ലേഖനം 2:13-14 വായിക്കുമ്പം കർത്താവ് ജഡാവതാരം ചെയ്തതിൻ്റെ താല്പര്യം എന്താണെന്ന് മനസ്സിലാകും. സദൃശ്യവാക്യം 8 വാക്യം മുതൽ വായിക്കുമ്പം അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഞാൻ എൻ്റെ പിതാവിൻ്റെ മടിയിൽ എൻ്റെ പിതാവിൻ്റെ പ്രമോദമായിരുന്നു എന്ന് പുത്രൻ പറയുന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ അവൻ്റെ ഭൂതലത്തിൽ വിനോദിച്ചു കൊണ്ടിരുന്നു, എൻ്റെ പിതാവിൻ്റെ ഭൂതലത്തിൽ വിനോദിച്ചു കൊണ്ടിരുന്നു. എന്നാൽ എൻ്റെ വിനോദമോ എൻ്റെ വിനോദമോ മനുഷ്യപുത്രന്മാരോടായിരുന്നു. മൈ ഡിലൈറ്റ് വാസ് വിത്ത് ദ സൺസ് ഓഫ് മെൻ. അതുകൊണ്ട് താൻ ജഡാവതാരം എടുക്കുകയാണ്. ഇങ്ങനെ പറയുന്നു, ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്ന് പറയുന്നു. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് ഞാനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി. അങ്ങനെയാണ് കർത്താവ് ഈ ലോകത്തിൽ മനുഷ്യാവതാരം ചെയ്ത് കഷ്ടത അനുഭവിച്ച് കാൽവറി ക്രൂശിന്മേൽ കൈയും കാലും ആണിയോട് മരത്തോട് ചേർത്തടിച്ച് തലയിൽ മുൾക്കിരീടം വെച്ച് ഒത്തിരി പീഡനം അനുഭവിച്ച് അടിപ്പിണരുകൾ ഏറ്റുകൊണ്ട് ചങ്ക് പൊട്ടിച്ച് രക്തം നമുക്ക് വേണ്ടി നൽകി ഒരു പരമയാഗമായി സർവാംഗ ഹോമമായി നമുക്ക് വേണ്ടി അർപ്പിച്ചതിൻ്റെ താല്പര്യമായി പറഞ്ഞത് ഹിസ് ഡിലൈറ്റ് വാസ് ഇൻ സൺസ് ഓഫ് മെൻ. അവരുടെ രക്ഷയ്ക്ക് വേണ്ടി, ദൈവമക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി താൻ ഇത്രയും കഷ്ടം അനുഭവിച്ചു. അങ്ങനെ ദൈവമക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി മാത്രമാണെന്ന് പറയാൻ പറ്റത്തില്ല. ലോകത്തിൻ്റെ പാപം വഹിച്ച ദൈവത്തിൻ്റെ കുഞ്ഞാട് ലോകത്തിൻ്റെ ശാപം മാറ്റുവാനും പാപം വഹിക്കുവാനും വേണ്ടി ക്രൂശിന്മേൽ മരിച്ചതെന്ന് എനിക്കറിയാം, നാം ഒക്കെയും അറിയണം. ഗലാത്യർ 3:26 പറയുന്നു, ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നിങ്ങൾ ഏവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു. ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നിങ്ങൾ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ മക്കളാകാൻ പറ്റത്തുള്ളൂ. ദൈവത്തിന് സ്തുതി. പിന്നെ മർക്കോസിൻ്റെ സുവിശേഷം 7:29 മുതൽ വായിക്കുമ്പം ജ്ഞാനായക്കാരത്തെ സ്ത്രീയോട് കർത്താവ് പറയുന്നുണ്ടല്ലോ, മക്കളുടെ അപ്പം എടുത്ത് മറ്റാർക്കും കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്താണ് ഈ മക്കളുടെ അപ്പം? അവൾ മക്കളുടെ അപ്പം ചോദിച്ചില്ല. അവൾ വന്ന് കർത്താവിൻ്റെ കാൽപാദത്തിൽ കർത്താവിൻ്റെ പിന്നാലെ കരഞ്ഞുകൊണ്ട് നടന്നത്, എൻ്റെ മകളെ സൗഖ്യമാക്കണം, അവൾ ഭൂതോപദ്രവം ബാധിച്ച ഒരു കുഞ്ഞാണേ,
അവളെ സൗഖ്യമാക്കണം. അത് പക്ഷേ ഓട്ടിസം ബാധിച്ച കുഞ്ഞായിരിക്കും. അവളെ സൗഖ്യമാക്കണേ എന്നാണ് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു, അതെ, മക്കളുടെ അപ്പം എന്ന് വെച്ചാൽ സൗഖ്യവും ആ കൂട്ടത്തിൽപ്പെടും. മക്കളുടെ അപ്പം ആ സൗഖ്യം. അങ്ങനെയെങ്കിൽ നമുക്കും സൗഖ്യം ലഭിപ്പാൻ തക്കവണ്ണം അവകാശമുണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. മക്കളുടെ അപ്പം, അതെ, അത് നമ്മളുടെ സൗഖ്യമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുക. പിന്നെ ലൂക്കോസിൻ്റെ സുവിശേഷം 11:13 പറയുന്നു, രാപകൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം നൽകും. രാപകൽ പ്രാർത്ഥിക്കണം. അതുകൊണ്ടല്ലേ ലൂക്കോസിൻ്റെ സുവിശേഷം 18 അധ്യായത്തിൽ പറയുന്നത് മടുത്തുപോകാതെ പ്രാർത്ഥിക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ, എന്ത് പ്രശ്നവും, എന്ത് പ്രതികൂലവും, എന്ത് ദുഃഖവും, എന്ത് വേദനയും, മരണം തന്നെ മുമ്പിൽ വന്ന് നൃത്തം ചെയ്യുമ്പം അതെ, മടുത്തുപോകാതെ പ്രാർത്ഥിക്കണം. കാലെ കെട്ടിപ്പിടിച്ച് യായിരോസ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കണം. യായിരോസ് കരഞ്ഞതുപോലെ കരയണം. ഹല്ലേലൂയ. നായിനിലെ വിധവ കരഞ്ഞതുപോലെ കരയണം. ദൈവത്തിന് സ്തുതി. 2 കൊരിന്ത്യർ 3:3 പറയുന്നു, ദൈവമക്കൾ ക്രിസ്തുവിൻ്റെ പത്രങ്ങളാണ്. നമ്മുടെ മുഖത്ത് നോക്കിയാൽ ക്രിസ്തുവിനെ വായിക്കണം. എന്ന് വെച്ചാൽ ക്രിസ്തു യേശുവിലുള്ള ഭാവം നമ്മിലുണ്ടായിരിക്കണം. ഫിലിപ്പിയ ലേഖനം 2:5, ലെറ്റ് യു ഹാവ് ദ സെയിം മൈൻഡ് വിച്ച് വാസ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. ലെറ്റ് യു ഹാവ് ദ സെയിം ഇമേജ് വിച്ച് വാസ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. 2 കൊരിന്ത്യർ 5:20 പറയുന്നു, ദൈവമക്കൾ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ സ്ഥാനാപതികളാണ്. വി ഷുഡ് സ്റ്റാൻഡ് ഓൾവേസ് to reflect the love of Christ, the loving kindness of Christ. അതാകുന്നു സ്ഥാനാപതികൾ. ക്രിസ്തുവിന് വേണ്ടിയാണ് നമ്മൾ സ്ഥാനാപതികളായി ലോകത്തോട് പറയുക, ദൈവത്തോട് നിരന്നുകൊള്ളണം. ലെറ്റ് യു ബി റീകോൺസൈൽഡ് വിത്ത് ഗാഡ്. ലെറ്റ് യു ബി redeemed by the Lord. ലെറ്റ് യു ബി saved by the Lord. ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്.